அடி ஒவ்வொரு ராப்பொழுதும் போன அப்படி நான் ரசிச்சேன். ഞാൻ പറയട്ടെ, അമലിൻ്റെ ഭയങ്കര ഞാൻ നോട്ട് ചെയ്തൊരു സ്പെഷ്യാലിറ്റി ഞാൻ പറഞ്ഞുതരാം എന്താണെന്നുള്ളത്. ഓരോ പാട്ടും പാടുമ്പോഴും അത് പാടിയ ഒറിജിനൽ വേർഷനുമായിട്ട് ഭയങ്കര സിമിലാരിറ്റി തോന്നും. എങ്ങനെയാണ് ഞങ്ങളിങ്ങനെ പാട്ട് പാടി ഞെട്ടിക്കാൻ പറ്റുന്നത്? ഏത് ഭാഷയിലെ പാട്ടാണ് കൂടുതൽ കേൾക്കുന്നത്? മലയാളം കഴിഞ്ഞാൽ ഞാൻ കൂടുതൽ തമിഴാണ്. പിന്നെ ഫോറിൻ സംഭവമൊക്കെ കേൾക്കാറുണ്ട്. അർത്ഥം മനസ്സിലാവില്ല എന്നുള്ളത് വേറെ ട്രാവൽ ചെയ്യുന്നതൊക്കെ അത്യാവശ്യം ഈ വിഷ്വലി ഇമ്പയർഡ് ആയതിൻ്റെ ഒരു ബുദ്ധിമുട്ടല്ല എവിടെയും ഉണ്ടാവും. അങ്ങനെയൊക്കെ ട്രാവലൊക്കെ ചെയ്യുമ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവാറുണ്ടോ? ബസ്സിലൊക്കെ പോകുമ്പോൾ എന്നെ കണ്ട അത് പെട്ടെന്ന് മനസ്സിലാവില്ല. വിഷ്വലി ഇമ്പയർഡ് ആണെന്ന് ഞാനിപ്പോൾ ഇല്ല മനസ്സിലാവില്ല. ബസ്സിലേക്കൊക്കെ കയറുമ്പോൾ ഫോർ എക്സാമ്പിൾ കൺസെഷൻ്റെ എന്തെങ്കിലും പറയുമ്പോൾ അല്ലെങ്കിൽ ഒരു സീറ്റ് തരാൻ വേണ്ടി ഇപ്പോൾ കണ്ടക്ടർ തന്നെ ആരോടെങ്കിലും ഒന്ന് സീറ്റ് കൊടുക്കണം എന്ന് പറഞ്ഞ സമയത്ത് ഇയാൾക്ക് എന്തിനാ സീറ്റ് കൊടുക്കണം, ഇയാൾക്ക് എന്താ പ്രശ്നം, അങ്ങനെയൊക്കെ പറഞ്ഞ് ചിലപ്പോൾ പറയാറുണ്ട്. ചിലപ്പോൾ ഈവൻ നമ്മൾ കേൾക്കുന്നില്ല എന്ന് വിചാരിച്ചിട്ട് ഇവർ പറയുന്നുണ്ടാവും ഈ കാണാത്തവരൊക്കെ എന്തിനാ ഈ ബസ്സിൽ വന്ന് കയറുന്നത്, എത്ര വലിയ പോസ്റ്റ്, എത്ര ജോബ്, അല്ലെ ഇപ്പോൾ ഈവൻ സിംഗിങ്ങിൽ തന്നെ സക്സസ് ആയി. ചിലവർ പറഞ്ഞു ഇപ്പം അവൻ നാട്ടിൽ ഏറ്റവും വലിയ കോടീശ്വരനായാൽ പോലും എന്താ കാര്യം, കാണാത്ത ഒരാളല്ലേ. ഒരു മോട്ടിവേഷൻ സോങ് അത് വല്ലാത്തൊരു ക്വസ്റ്റ്യനാണ്. ബ്രേക്കപ്പ് ഒക്കെ ഉണ്ടാകുമ്പോൾ ഈ കണ്ണീർ പൂവും ദിലാവയുമായി നമുക്ക് കേട്ട് വിഷമിച്ചിരിക്കുക, അപ്പം മോട്ടിവേഷൻ വരില്ല. വീട്ടിലിങ്ങനെ ഇന്റർവ്യൂവിന് വിളിച്ചു എന്ന് പറഞ്ഞപ്പോൾ എന്തായിരുന്നു റെസ്പോൺസ്? ഇന്റർവ്യൂവിന് വിളിച്ചു എന്ന് പറഞ്ഞപ്പോൾ ആദ്യം ജോബ് ഇന്റർവ്യൂ ഇന്നുമെന്നും ഒരു പുഴയാ ആരാധികേ മഞ്ഞുതിരും വഴിയരികേ. ഹായ്, ഹലോ, നമസ്കാരം. ജാങ്കോ സ്പേസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ കിങ്ങിണി. അപ്പോൾ ഇന്ന് എൻ്റെ കൂടെ ജോയിൻ ചെയ്യുന്ന ഈ ഗസ്റ്റിനെ പറ്റി പറയാനാണെങ്കിൽ ഞാൻ ഒരുപാട് ആഗ്രഹിച്ച് ഭയങ്കര സന്തോഷത്തോടെ ഇവിടെ കൊണ്ടുവന്നൊരു ഗസ്റ്റാണ്. നമുക്കറിയാം, നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒരുപാട് നല്ല നല്ല സിംഗേഴ്സ് വന്നിട്ട് പാട്ട് പാടി നമ്മളെ ഞെട്ടിക്കാറുണ്ട്. പക്ഷേ ഈ ഒരാൾ നമ്മളെ ഞെട്ടിച്ചത്രയും വേറെ ആരെങ്കിലും ഞെട്ടിച്ചിട്ടോ എന്ന് വെച്ചാൽ എനിക്ക് സംശയമായിരിക്കും. കാര്യം ഓരോ പാട്ട് പാടി ഇങ്ങനെ വീഡിയോ ഇടുമ്പോഴാണെങ്കിലും എല്ലാം മില്യൺ വ്യൂ ആണ്, മില്യൺ ലൈക്ക് അങ്ങനെ കയറിപ്പോവാണ്. എല്ലാവരുടെയും സ്റ്റോറിയിലും സ്റ്റാറ്റസൊക്കെ കണ്ട് ഇങ്ങനെ ആഗ്രഹിച്ച് ഞാൻ കൊണ്ടുവന്നതാണ്. നമ്മുടെ സ്വന്തം അമലാണ് എൻ്റെ കൂടെ ഉള്ളത്. അമൽ രാജ്, വെൽക്കം ടു ദി ഷോ. താങ്ക് യു. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖം. എങ്ങനെയാണ് ഞങ്ങളിങ്ങനെ പാട്ട് പാടി ഞെട്ടിക്കാൻ പറ്റുന്നത്? അങ്ങനെയൊക്കെ ചോദിച്ചാൽ പാടുന്നത് എനിക്ക് ഇഷ്ടമാണ്. ഇഷ്ടമുള്ള കാര്യം അങ്ങനെ ഇടുന്നു, പോസ്റ്റ് ചെയ്യുന്നു, ബാക്കിയൊക്കെ വരുന്ന പോലെ. എത്ര നാളായി തുടങ്ങിയിട്ട് നമ്മളിങ്ങനെ പാട്ട് പാടി വീഡിയോ ഒക്കെ ചെയ്യാൻ? കറക്റ്റ് എത്ര നാളായി? ഞാൻ ഒരു 3 വർഷം ആയിട്ടുണ്ടാവും. 3 വർഷമായിട്ടുണ്ടാവും. അപ്പോഴാണോ സോഷ്യൽ മീഡിയ എടുക്കുന്നത്? ഞാൻ ആക്ച്വലി PGക്ക് ഇവിടെ മഹാരാജാസിൽ ജോയിൻ ചെയ്തപ്പോൾ അവിടെ ഫ്രണ്ട്സ് പറഞ്ഞിട്ട് അവർ നിർബന്ധിച്ചിട്ടാണ് ഞാൻ റീലിട്ട് തുടങ്ങുന്നത്. അതിനുശേഷം പിന്നെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നുണ്ട്. തുടങ്ങി അത്യാവശ്യം നല്ല റെസ്പോൺസ് വന്നപ്പോൾ അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകുന്നു. എവിടെ അമലിന്റെ വീടും സ്ഥലവും ഒക്കെ പറയും? ഞാൻ കണ്ണൂരാണ്. കണ്ണൂർ കൂത്തുപറമ്പിനടുത്ത് മാങ്ങാട്ടിടം ആണ് സ്ഥലത്തിന്റെ പേര്. മാങ്ങാട്ടിടം. ഓ, രസമുണ്ടല്ലോ കേൾക്കാൻ. കുറെ മാങ്ങ ഉണ്ടോ അവിടെ? മാങ്ങ അങ്ങനെയല്ല, സ്ഥലത്തിന്റെ പേര് അങ്ങനെ ആയിരിക്കും. ആരൊക്കെ അമലിന്റെ വീട്ടിൽ ഉണ്ട്? വീട്ടിൽ അച്ഛൻ, അമ്മ, ഞാൻ. അച്ഛനും അമ്മയ്ക്ക് എന്താ ചെയ്യുന്നത്? അച്ഛൻ ബാങ്കിൽ വർക്ക് ചെയ്യുന്നു, ക്ലർക്കാണ്. അമ്മ ആശാ വർക്കറാണ്. അമൽ എന്താ ചെയ്യുന്നത്? അതെന്ന് ചോദിച്ചില്ലല്ലോ. ഞാൻ ആക്ച്വലി BEd ഫസ്റ്റ് ഇയർ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുക. BEd. ഓക്കെ. ഞാൻ ഓൾറെഡി ചെറുതായിട്ടൊന്ന് സംസാരിച്ചായിരുന്നു അമലിൻ്റെ അടുത്ത്. അമലിപ്പം UG പഠിച്ചു, PG പഠിച്ചു, പിന്നെ BEd പഠിക്കുന്നു. ഇങ്ങനെ പഠിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. അക്കാഡമിക്സിലൊക്കെ ഭയങ്കര അടിപൊളിയാണോ? അങ്ങനെയല്ല, അക്കാഡമിക്സിൽ അടിപൊളി ആയതുകൊണ്ട് മാത്രമൊന്നുമല്ല, ഒരു ജോബ് എന്ന് പറയുന്ന ഒരു ലക്ഷ്യമുണ്ടല്ലോ, അതിന് വേണ്ടി BEd നല്ലൊരു ഓപ്ഷൻ ആണെന്ന് വിചാരിച്ചു. അങ്ങനെ എന്താ UGയും PGയും ഒക്കെ പഠിച്ചത്? UGയും PG ഞാൻ പൊളിറ്റിക്കൽ സയൻസ് ആയിരുന്നു. രണ്ടും പൊളിറ്റിക്കൽ സയൻസ് ആയിരുന്നു. ഓ, ഓക്കെ. പിന്നെ കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിട്ട് BEdലോട്ട്? അല്ല, BEdല് സോഷ്യൽ സയൻസ് ഒരു ഓപ്ഷണൽ ആണല്ലോ, അപ്പോൾ അതിന് സാധ്യതയുണ്ട്. എന്താ ആഗ്രഹം? എന്താ അമലിന്റെ ആഗ്രഹം? പാഷൻ എന്ന് പറഞ്ഞാൽ എനിക്ക് മ്യൂസിക് തന്നെയാണ്. പക്ഷേ ഈ ഫീൽഡിനെ പറ്റി പൊതുവെ പറയുന്ന നമുക്കൊരു പെർമനന്റ് ആയിട്ട് നമുക്കൊരു ഇറങ്ങാൻ കുറച്ചൊരു റിസ്ക് ഉള്ളൊരു ഫീൽഡാണല്ലോ. അപ്പോൾ ഒരു പെർമനന്റ് ആയിട്ടൊരു ജോബ് എന്ന് പറയുന്ന രീതിയിൽ ഒരു ടീച്ചിങ് അങ്ങനെ നോക്കാന്നുള്ള രീതിയിൽ അങ്ങനെ ടീച്ചിങ് ഇഷ്ടമല്ല എന്നല്ല, പക്ഷേ പാഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാഷൻ മ്യൂസിക് ആണ്. ട്യൂഷനൊക്കെ എടുക്കാറുണ്ടോ? ഇല്ല, അറിയുന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. ഡൗട്ടൊക്കെ ആരെങ്കിലും ചോദിച്ചാൽ പറഞ്ഞു കൊടുക്കാറുണ്ട്. എങ്ങനെ പൊളിറ്റിക്സിലോട്ട് ഇൻട്രസ്റ്റ് വന്നത്? ഭയങ്കര ഡിഫറെൻ്റ് ആണല്ലോ. അതായത് +2 എന്നെ പഠിപ്പിച്ചൊരു സാറുണ്ടായിരുന്നു. പുള്ളി ആക്ച്വലി സബ്ജക്റ്റ് എടുക്കുന്ന രീതി, അത് പറഞ്ഞു തരുന്ന രീതി, പിന്നെ ആ സബ്ജക്റ്റിൽ അന്നത്തെ കണ്ടന്റ് കാര്യങ്ങളൊക്കെ പഠിക്കുമ്പോൾ ഭയങ്കര ഇഷ്ടമായിരുന്നു. അങ്ങനെ ഡിഗ്രിയിലേക്ക് പോയി. ഡിഗ്രി എത്തിയപ്പോൾ PG ചെയ്യണമെന്ന് തോന്നി. അങ്ങനെ
PG +1 +2 ഹ്യൂമാനിറ്റീസ് ആയിരുന്നോ? ഹ്യൂമാനിറ്റീസ് ആയിരുന്നു. ഞാനും എൻ്റെയും ഫേവറേറ്റ് സബ്ജക്ട് പൊളിറ്റിക്സ് ആയിരുന്നു. അത് ശരി. പക്ഷെ ഞാൻ ജേർണലിസ്റ്റ് ആയിരുന്നു എനിക്ക് പണ്ടേ ആഗ്രഹം. അതിനുവേണ്ടി +1 അത് എടുത്തതാണ്. പക്ഷെ പഠിക്കാൻ തുടങ്ങിയപ്പോൾ പൊളിറ്റിക്സ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല സബ്ജക്റ്റ്, നല്ല സബ്ജക്ട്. നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്, ലോയും കാര്യങ്ങളും എല്ലാം വരുമ്പോൾ. കോൺസ്റ്റിറ്റ്യൂഷൻ ഒക്കെ വന്നപ്പോഴാണ് ഞാൻ അതിൽ ഇഷ്ടം. സെയിം ഞാനും അതെ. +1 കോൺസ്റ്റിറ്റ്യൂഷൻ ഒക്കെ സ്റ്റാർട്ട് ചെയ്തപ്പം അതിനകത്ത് ലോയും കാര്യങ്ങളും ഇയർ ഒക്കെ വന്നപ്പോൾ ഭയങ്കര രസമുണ്ടല്ലോ ഇത് കേൾക്കാൻ. പാസ്റ്റും നമ്മുടെ പൊളിറ്റിക്സിന്റെ ഓരോ രീതികളും ഒക്കെ. അതെ തീർച്ചയായിട്ടും. അപ്പോൾ എന്തായാലും ഒരു അടിപൊളി ടീച്ചർ ആവട്ടെ. എനിക്ക് കുറേ വിശേഷം അറിയണം, പക്ഷെ എനിക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. എനിക്ക് ആദ്യം തന്നെ ഒരു പാട്ട് കേൾക്കണം. ഏത് പാട്ട് വേണമെങ്കിലും പാടിക്കും. അമലിന് ഓൾറെഡി പനിയൊക്കെ ആട്ടോ, അതുകൊണ്ട് നമുക്ക് അങ്ങനെ എനിക്ക് കുറേ ലിസ്റ്റൊക്കെ എടുത്ത് വെച്ച പാട്ടുകളൊന്നും ഞാൻ പാടിപ്പിക്കുന്നില്ല. പണിയിട്ടിരിക്കുകയാണ്. അതെ, അപ്പോൾ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു പാട്ട് പാടിയാൽ മതി. ഓക്കെ, രണ്ടുപേരെയും ട്രൈ ചെയ്തു. ഓക്കെ, തമിഴ് വരെ. ഓ அடி ஒவ்வொரு ராப்பொழுதும் ஓன அப்படி நான் ரசிச்சேன், உயிர் கொல்லுது ஓ நினப்பு கண்மணியே, ஓ ஒரு 1000 வானவில்ல ஓம் பூவிழி காட்டுதடி, அத சட்டுன்னு நீ மறைச்சா நான் என்ன செய்வ புள்ள, கண்கள் ஏதோ தேட கலவாட நெஞ்சம் தானே പാട പരന്തോട. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പാട്ടാ. ഭയങ്കര ഇഷ്ടമുള്ള പാട്ടാ. ഞാൻ പറയട്ടെ, അമലിന്റെ ഭയങ്കര ഞാൻ നോട്ട് ചെയ്തൊരു സ്പെഷ്യാലിറ്റി ഞാൻ പറഞ്ഞുതരാം എന്താന്നുള്ളത്. ഓരോ പാട്ടും പാടുമ്പോഴും അത് പാടിയ ഒറിജിനൽ വേർഷനുമായിട്ട് ഭയങ്കര സിമിലാരിറ്റി തോന്നും. അത് പറഞ്ഞിട്ടുണ്ടോ ആരെങ്കിലും? കുറെ പേര് പറഞ്ഞിട്ടുണ്ടല്ലേ? നെഗറ്റീവായിട്ടും പറഞ്ഞിട്ടുണ്ട്. ചുമ്മാ ഞാൻ ഇരുന്ന് ലിപ്പ് ചെയ്ത് സിങ്ക് ചെയ്തോണ്ടിരിക്കുക പാടുന്നല്ല എന്ന് പറഞ്ഞിട്ട് കുറെ പേര് ഇന്നടക്കം കമന്റ് വരാറുണ്ട്. അങ്ങനെ ആണോ? എന്റെ പൊന്നു മക്കളെ, ഐ മീൻ ഓഡിയൻസ് അല്ലെങ്കിൽ ഇത് കാണുന്ന ആൾക്കാർ അല്ലെങ്കിൽ അമലിന്റെ ഫോളോവേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ അതങ്ങനെ ഒന്നും അല്ലാട്ടോ. ഇത് അമലിന്റെ റിയൽ ബോൺ ടാലന്റ് ആണ്. ഞാനതിപ്പോ ലൈവ് കണ്ട് ഞെട്ടി ഇരിക്കുകയാണ്. ആദ്യമൊക്കെ അത് കാണുമ്പോൾ ഭയങ്കര വിഷമം തോന്നുമായിരുന്നു. പക്ഷെ പിന്നെ ഇപ്പൊ ഫോളോവേഴ്സ് അല്ലെ കമന്റ് കാണുന്നവർ തന്നെ റിപ്ലൈ ചെയ്യാറുണ്ട്. അപ്പൊ പിന്നെ എനിക്ക് കുഴപ്പമില്ല. അതിൽ സന്തോഷിച്ചാൽ മതി. കാര്യം നമ്മൾ അത്രയും പെർഫെക്റ്റ് ആയിട്ട് പാടുന്നുണ്ടല്ലേ ആൾക്കാർക്ക് അങ്ങനെ തോന്നുന്നത്. ഏത് പാട്ടാണോ പാടുന്നത് എല്ലാം ഡിഫറെന്റ് സിംഗേഴ്സിന്റെ ആയിരിക്കും. പക്ഷെ അമൽ പാടി വരുമ്പം ചേട്ടാ ഇത് ഒറിജിനൽ വേർഷനോട്ട് ഭയങ്കര സിമിലാരിറ്റിയാ. ഈ സൗണ്ട് ഭയങ്കര സൗണ്ട് പാടുമ്പോൾ അങ്ങനെ പർപ്പസ്ഫുള്ളി എന്തെങ്കിലും ചെയ്യാറുണ്ടോ? ഒന്നും ചെയ്യാറില്ല. എനിക്ക് തോന്നുന്നത് ഞാൻ ഒരു പാട്ട് പാടുന്നതിന് മുമ്പ് കുറെ പ്രാവശ്യം നമ്മൾ കേൾക്കുമല്ലോ, കേട്ടിട്ടാണ് പഠിക്കുന്നത്. അപ്പൊ കേട്ട് പഠിക്കുമ്പോൾ ഓട്ടോമാറ്റിക് ആ സംഭവം നമ്മുടെ മൈൻഡിൽ എവിടെയെങ്കിലും ഫീഡ് ആവുന്നുണ്ടാവാം. കംഫർട്ടുള്ള ഒരു പാട്ടേ ഞാൻ ചെയ്യാറുള്ളൂ. അങ്ങനെ ഓക്കെ. അമലിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സിംഗർ ആരാ? അങ്ങനെ ചോദിച്ചാൽ അതൊരു ടഫ് ക്വസ്റ്റ്യൻ. ഇഷ്ടമല്ലാത്ത സിംഗേഴ്സ് ആരും ഇല്ല, എല്ലാവരും ഇഷ്ടമാണ്. എന്തായാലും നമുക്ക് ഭയങ്കര ഒരു ലൈക്ക് ഇൻസ്പിറേഷൻ, റോൾ മോഡൽ, അല്ലെങ്കിൽ ഇവരുടെ ഒരു പ്ലേലിസ്റ്റ് അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ. അതും ഭയങ്കര എന്താ പറയാ, നമ്മളെല്ലാരും ഇപ്പം യേശുദാസ്, ചിത്രാമ്മ അവരെയൊക്കെ പറയുന്നുണ്ട്. എല്ലാവരും ഇഷ്ടം തന്നെ, എല്ലാ ഭാഷയിലും കേട്ടാൽ എല്ലാവരും ഓൾമോസ്റ്റ് എല്ലാവരും ഇഷ്ടം തന്നെ. എല്ലാവരും ഇഷ്ടമാണ്. ഏത് ഭാഷയിലെ പാട്ടാണ് കൂടുതൽ കേൾക്കുന്നത്? അങ്ങനെ അതും പ്രത്യേകിച്ചൊന്നുമില്ല. മലയാളം നമ്മൾ ആസ് യൂഷ്വൽ എന്തായാലും കേൾക്കും. പിന്നെ തമിഴ് കേൾക്കാറുണ്ട്. മലയാളം കഴിഞ്ഞാൽ ഞാൻ കൂടുതൽ തമിഴാണ് കേൾക്കുന്നത്. പിന്നെ ഹിന്ദി, അങ്ങനെ പിന്നെ ഫോറിൻ സംഭവമൊക്കെ കേൾക്കാറുണ്ട്. അർത്ഥം മനസ്സിലാവില്ല എന്നുള്ളത് വേറെ കാര്യം. ഓക്കെ. അമല് പാട്ട് എത്ര വർഷമായി പഠിക്കുന്നു ഇപ്പോ? ഇല്ല, ഞാൻ ആക്ച്വലി പഠിക്കുന്നില്ല ഇപ്പോ. ഇല്ല, പഠിക്കുന്നില്ല. ചെറുപ്പത്തിൽ ഒരു ഹൈസ്കൂൾ സമയത്തൊക്കെ കുറച്ച് പോയിരുന്നു. പക്ഷെ അത് കഴിഞ്ഞപ്പോൾ എനിക്കത് ഡ്രോപ്പ് ചെയ്യേണ്ടി വന്നു. ഓക്കെ. അപ്പോൾ പാട്ട് കുറച്ചേ പഠിച്ചിട്ടുള്ളൂ? കുറച്ചേ പഠിച്ചിട്ടുള്ളൂ. എത്ര നാൾ പഠിച്ചിട്ടുണ്ടാവും? അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അത് ആഴ്ചയിൽ ഒരു ദിവസം 1 hour മാത്രമുള്ള ക്ലാസ് ആയിരുന്നു. ഒരു സാറ്റർഡേ 8:30 to 9:30 രാവിലെ അങ്ങനെയുള്ള ക്ലാസ് ആയിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ കൂടെ കൂട്ടിയാൽ എല്ലാ ക്ലാസ്സും കൂടെ ചേർത്ത് വെച്ചാൽ മാക്സിമം ഒരു 6 മാസം അങ്ങനെയൊക്കെ പറയാൻ പറ്റും. അത്രയും നമ്പർ കിട്ടിക്കാണോ? അയ്യോ, ആകെപ്പാട് ഒരു 6 മാസം പാട്ട് പഠിച്ച ഒരാളാണ് ഇങ്ങനെ പാടുന്നത് ഫീൽ ചെയ്തില്ല. നമുക്ക് തോന്നുന്നു ഇപ്പോഴും പാട്ടൊക്കെ പഠിച്ച് പറ്റിയില്ല കണ്ടിന്യൂ ചെയ്യാൻ. ഇനിയും കണ്ടിന്യൂ ചെയ്യണം ആഗ്രഹമുണ്ട്. ഉറപ്പായിട്ട് സാധിക്കും. എത്രയോ ആൾക്കാർ കുറച്ചും കൂടെ ഏജ്ഡ് ആയിട്ടൊക്കെ. എൻ്റെ അമ്മ ആക്ച്വലി ഒരു 2 വർഷമായിട്ടുള്ള പാട്ട് പഠിക്കാൻ തുടങ്ങിയിട്ട്. അമ്മയ്ക്ക് പാട്ട് പാടും ചെറുതായിട്ടൊക്കെ, പക്ഷെ പഠിക്കാനൊന്നും പറ്റിയിട്ടില്ല. അപ്പം അമ്മ 2 വർഷത്തിന് മുന്നെയാണ് പാട്ട് പഠിക്കാൻ ചേർന്നത്. എന്നിട്ട് ഇപ്പോൾ കഴിഞ്ഞ മാസം ഞങ്ങളുടെ അടുത്തുള്ള അമ്പലപ്പുഴ അമ്പലത്തിൽ അമ്മ പ്രോഗ്രാം അവതരിപ്പിച്ചു. അപ്പോൾ അത് കലയ്ക്ക് പ്രായമില്ലല്ലോ, ബാക്കി എന്തിനുണ്ടെങ്കിലും കലയ്ക്കതില്ല. അപ്പോൾ ഉറപ്പായിട്ടും അമലിനത് പഠിക്കാൻ പറ്റട്ടെ. പഠിച്ചു കഴിയുമ്പോൾ നമ്മൾ ഇപ്പോഴേ അടിപൊളിയാണ്, പഠിച്ചും കൂടെ കഴിയുമ്പോൾ നമുക്ക് ഒന്നും കൂടെ അടിപൊളിയായിട്ട് ഞെട്ടിക്കാം. ഏത് വേർഷൻ ഓഫ് പാട്ട് ഇപ്പം അങ്ങനെയൊക്കെ ഉണ്ടല്ലോ, ഇപ്പോൾ കർണാട്ടിക് മ്യൂസിക് അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഏതാ ഇഷ്ടം? ഹിന്ദുസ്ഥാനി ഒക്കെ ഉണ്ടല്ലോ.
ക്ലാസിക്കലിലാണെങ്കിൽ കർണാട്ടിക്കാണ് ഞാൻ പോയത് കുറച്ചൊക്കെ. പോയത് ഹിന്ദുസ്ഥാനി ഇഷ്ടമൊക്കെ തന്നെ, ഹിന്ദുസ്ഥാനി ഇഷ്ടമാണ്, വെസ്റ്റേൺ ഒക്കെ ഇഷ്ടമാണ്, മ്യൂസിക് ഏതായാലും ഇഷ്ടമാണ്. മ്യൂസിക് മെയിനായിട്ട് പഠിക്കണം എന്ന് തോന്നിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും, ഇങ്ങനെ ഈ BEd ഡിഗ്രി ഒക്കെ എടുക്കുന്നതിന് മുന്നേ? തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഞാനിപ്പോൾ BA, അത് കഴിഞ്ഞ് MA, പിന്നെ BEd, അതിൻ്റെ ഇടയിൽ നമ്മുടെ കോമ്പറ്റേറ്റീവ് എക്സാംസ്, അങ്ങനെ പല ഫീൽഡിൽ കിടന്ന് ഇങ്ങനെ കറങ്ങുമ്പോൾ കുറച്ചുകൂടെ ചെറുപ്പത്തിൽ മ്യൂസിക് പഠിച്ചിരുന്നെങ്കിൽ ആ ഒരൊറ്റ റൂട്ടിലേക്ക് അങ്ങനെ മ്യൂസിക് എന്നുള്ള രീതിയിൽ തന്നെ പോവായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ട്. ആരാ അമലിന്റെ പാട്ടിന്റെ ഈ ഒരു വാസന കണ്ടുപിടിച്ചതാരാ? അങ്ങനെ ചോദിച്ചാൽ വീട്ടിലിപ്പോൾ അച്ഛനമ്മ അവരാരും പാടില്ല, റിലേറ്റീവ് അങ്ങനെ ആരും പാടില്ല. എൻ്റെ വീട്ടിൽ ഞാനാ പാടുന്ന ആള്. അപ്പം ചെറുപ്പത്തിൽ ഈ നമ്മുടെ നാട്ടിലെ പരിപാടികളോ അല്ലെങ്കിൽ സ്കൂളിലെ ഫംഗ്ഷൻസ് അങ്ങനെയൊക്കെ കുറച്ചൊക്കെ കയറി പാടി അങ്ങനെയൊക്കെയാണ് പാടി തുടങ്ങിയതല്ല. ആരോ കണ്ടുപിടിച്ചു. വേറെന്തൊക്കെ കഴിവുണ്ട് നമുക്ക്? ഞാൻ വോയിസ് ആർട്ടിസ്റ്റ് ആണ്. അത്യാവശ്യം ഓഡിയോ ഡ്രാമ, അഡ്വർടൈസ്മെന്റ്സ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. എന്തൊക്കെയാ ചെയ്യുന്നത് അപ്പോൾ അതിനകത്ത് വോയിസ് ആർട്ടിസ്റ്റ് ആയിട്ട്? പരസ്യങ്ങൾ ചെയ്യാറുണ്ട്, ഒരുപാടൊന്നും ഇല്ല, 1-2 പരസ്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഓഡിയോ ഡ്രാമ എന്നുള്ള രീതിയിൽ ഏതാ ചെയ്ത? ഏതെങ്കിലും ഒരു ജോസ്കോ ഫർണിച്ചറിന്റെ ഒരു പരസ്യം ഉണ്ടായിരുന്നു, കുറെ നാൾ മുമ്പ് ചെയ്തതാ. ഈ ആക്ച്വലി എവിടെയാ, കന്യാകുമാരി അവിടെ എവിടെയുള്ള ഒരു. ഓർമ്മയുണ്ടോ അതിന്റെ ഡയലോഗ്സ്? എല്ലാം ഒന്നും ഓർമ്മയില്ല. ഓക്കെ. അപ്പൊ പിന്നെ വേറെ എന്തെങ്കിലും ഒക്കെ ഉണ്ടോ? നമുക്ക് ഇങ്ങനെ വരയ്ക്കും, ഇല്ലെങ്കിൽ ഡാൻസ് കളിക്കും? ഇല്ല, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്നുമില്ല. ഡാൻസ് ഒക്കെ സ്പോട്ടിൽ എന്തെങ്കിലും 2 സ്റ്റെപ്പ് ഇടും, അങ്ങനെ അത്രേ ഉള്ളൂ. ആരെയും നിർബന്ധിച്ച ഇപ്പൊ BEdനൊക്കെ പോകുമ്പോഴുള്ള പ്രശ്നം അതാ, നമ്മളൊന്നും ചെയ്യാതിരിക്കാൻ പറ്റില്ല. എല്ലാത്തിനും നമ്മൾ ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ടി വരും. ഈ കോളേജിലും സ്കൂളിലും ഒക്കെ പാട്ടിന്റെ മത്സരങ്ങൾക്കൊക്കെ കയറുമായിരുന്നോ? അത്യാവശ്യം പോവായിരുന്നു. ഏതിനൊക്കെയാ കയറാറ്? ലൈറ്റ് മ്യൂസിക് പോവായിരുന്നു, പിന്നെ ഗ്രൂപ്പ് ഐറ്റംസ്, ഈ വഞ്ചിപ്പാട്ട്. ആ വഞ്ചിപ്പാട്ടൊക്കെ ഞാൻ 9th തന്നെ പിടിച്ചു നിർത്തിച്ച് അങ്ങനെ ഒറ്റ പ്രാവശ്യം നിന്നാ. ഒന്നാമത്തെ കാര്യം, ഈ വഞ്ചിപ്പാട്ട് എന്ന് പറഞ്ഞ പാട്ട് മാത്രമല്ലല്ലോ, നമ്മുടെ പെർഫോമൻസിനും കൂടെ ഒരു ഇതുള്ളതുകൊണ്ട് ഞാൻ ഇല്ല എന്ന് പറഞ്ഞ അങ്ങനെ നിന്നായിരുന്നു. പക്ഷെ ടീച്ചേഴ്സ് പാടുന്ന ഒരാളെന്നുള്ള രീതിയിൽ പിടിച്ച് ലീഡിൽ പിടിച്ചിട്ടു, ജില്ലയിലൊക്കെ പോയി അങ്ങനെ പോയായിരുന്നു. എന്തായാലും നമ്മൾ പ്രൈസ് അടിക്കുമല്ലേ? അത് പോയിരുന്നു പ്രൈസ് അടിച്ചു. ലൈറ്റ് മ്യൂസിക്കിനൊക്കെ നമ്മൾ പ്രൈസ് അടിക്കൂലേ? ലൈറ്റ് മ്യൂസിക്കിന് കിട്ടിയിരുന്നു. അപ്പൊ ലൈറ്റ് മ്യൂസിക്കിനൊക്കെ നമ്മൾ ഫസ്റ്റ് അടിച്ചിട്ടുണ്ട്. ലൈറ്റ് മ്യൂസിക്കിന് പോയിട്ടുണ്ട്, എല്ലായിടത്തുനിന്നും കിട്ടിയിട്ടൊന്നുമില്ല. അത് ഒന്നാമത്തെ കാര്യം, ക്ലാസിക്കൽ അങ്ങനെ പഠിക്കാത്തതുകൊണ്ടുള്ള ഒരു കുറച്ചൊരു കോൺഫിഡൻസ് കുറവുണ്ട് എനിക്ക്. എന്ന് വെച്ചാൽ കോമ്പറ്റീഷൻ നിൽക്കുമ്പോൾ അതിന് കുറെ കാര്യങ്ങൾ അവർ നോക്കുമല്ലോ, ഒരു പാട്ട് എടുക്കുന്ന പാട്ട് ഏതാ, എങ്ങനെ പ്രസന്റ് ചെയ്യുന്നു, അങ്ങനെയൊക്കെ. അപ്പോൾ കോമ്പറ്റീഷന് കുറച്ച് പുറകോട്ടാണ് ഞാൻ. റിയാലിറ്റി ഷോയിലൊക്കെ ട്രൈ ചെയ്തൂടെ? അതിലും ഈ പറഞ്ഞ തന്നെ എനിക്ക് കോമ്പറ്റീഷൻ എന്നുള്ള രീതിയിലേക്ക് എടുക്കുമ്പോൾ എനിക്ക് എന്തോ കുറച്ച് ഞാൻ പുറകോട്ട് പോകുന്ന എനിക്കൊരു പക്ഷേ എനിക്ക് തോന്നുന്ന അമല് തീർച്ചയായിട്ടും ഇപ്പൊ നമുക്ക് ഈ പറയാം സ്റ്റാർ സിംഗറും പോലത്തെ റിയാലിറ്റി ഷോയിലൊക്കെ വലിയ സപ്പോർട്ടാണ് അവർ ചെയ്യുന്നത് വരുന്ന സ്റ്റുഡൻസിനൊക്കെ അല്ലേ. ഇപ്പൊ പാട്ട് പഠിക്കാത്തവർക്കും ഒക്കെ എനിക്ക് പേഴ്സണലി ഒക്കെ അറിയുന്ന ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്, പാട്ട് പഠിച്ചിട്ടില്ല ഇല്ലെങ്കിൽ ഭയങ്കര സ്റ്റേജ് ഫിയർ ഉള്ളവരൊക്കെ അവർ ഗ്രൂം ചെയ്ത് വലിയ സിംഗേഴ്സ് ആക്കിയിട്ടാണ് പുറത്തോട്ട് വിടുന്നത്. അപ്പം എൻ്റെ അഭിപ്രായത്തിൽ ഡെഫിനറ്റ്ലി അമലൊക്കെ ട്രൈ ചെയ്യണം കേട്ടോ. കാര്യം ഉറപ്പായിട്ടും എനിക്ക് തോന്നുന്നു അമലിനൊരു വലിയ ഫ്യൂച്ചർ, ഒരു ബ്രൈറ്റ് ഫ്യൂച്ചർ ഒരു സിംഗർ എന്ന നിലയ്ക്ക് അവിടെ ഉണ്ടാവും ഉറപ്പായിട്ടും. അങ്ങനെയൊക്കെയല്ലേ ആൾക്കാർ രക്ഷപ്പെടുന്നത്. ഈ ഇൻസ്റ്റയിൽ ഇങ്ങനെ പാട്ടൊക്കെ കണ്ടിട്ട് വലിയ ആരെങ്കിലും ഒക്കെ മെസ്സേജ് ഒക്കെ അയച്ചിട്ടുണ്ടോ? മെസ്സേജ് നമ്മുടെ കമ്പോസേഴ്സ് 1-2 പേരൊക്കെ കമന്റ് ചെയ്തത് മെസ്സേജ് ചെയ്തൊക്കെ ഉണ്ട്. ആണോ? ആരൊക്കെയാന്ന് ഓർമ്മയുണ്ടോ? എനിക്ക് ഇപ്പൊ ഈ കൺകളിലേതോ സോങ് ഞാൻ ഇട്ടിരുന്നു ഒരു പ്രാവശ്യം. അത് ആ പാട്ടന്ന് കേറി വരുന്ന സമയം, അതൊരു എക്സാമിന്റെ സമയത്ത് ഇവിടെ മഹാരാജാസിൽ പഠിക്കുമ്പോഴാണ്, ഹോസ്റ്റലിൽ നിൽക്കുന്ന സമയത്ത് ഒരു എക്സാമിന്റെ ഇടയിൽ ബോറടിച്ചിരുന്നപ്പോൾ എന്തോ എൻ്റെ ഒരു ഫ്രണ്ട് ഷൂട്ട് ചെയ്ത് അങ്ങനെ ഇട്ടതായിരുന്നു. വിചാരിക്കാതെ അതായിരുന്നു എൻ്റെ ഫസ്റ്റ് മില്യൺ. അപ്പോൾ ആ സമയത്ത് അതിന്റെ കമ്പോസർ ദിപുനിനൻ തോമസ് പുള്ളി കമന്റ് ഇട്ടായിരുന്നു. പിന്നെ അതിന്റെ ആക്ടർ സിദ്ധാർത്ഥ്, പിന്നെ സിദ്ധാർത്ഥ് കമന്റ് ചെയ്തിട്ടുണ്ട്, അവരൊക്കെ കമന്റ് ചെയ്തു. പിന്നെ വേറെ ഏതോ ഒരു പാട്ട് നമ്മുടെ ഷാൻ റഹ്മാൻ പുള്ളി മെസ്സേജ് ഒക്കെ ചെയ്തായിരുന്നു, കേട്ടിട്ട് മെസ്സേജ് ചെയ്തു. ഇപ്പൊ ലാസ്റ്റ് നീലോത്തി പാടിയ സമയത്ത് ജസ്റ്റിൻ പ്രഭാകരൻ പുള്ളിയല്ലേ കമ്പോസർ, അത് പുള്ളി കമന്റ് ചെയ്തൊക്കെ ചെയ്തായിരുന്നു. ഭയങ്കര സന്തോഷം അല്ലേ. കുറച്ച് പേരൊക്കെ അങ്ങനെ കമന്റ് ചെയ്യുന്നു, ഫോളോ ചെയ്യുന്നൊക്കെ ഉണ്ടല്ലേ. നമ്മളിങ്ങനെ ഒരു പാട്ട് പാടി ഇട്ട് അത് ആൾക്കാർക്ക് കണ്ട് ഇഷ്ടപ്പെട്ട് അതിന്റെ ഒറിജിനൽ കമ്പോസർ മെസ്സേജ് അയക്കാന്നൊക്കെ പറയുന്നതിൽ കമന്റ് ചെയ്യാൻ വലിയ ഭാഗ്യമാണ് ഉറപ്പായിട്ടും. ശരിക്കും ഏറ്റവും വലിയ സപ്പോർട്ടർ ആരാ അമ്പലിന് വീഡിയോ ഒക്കെ എടുത്തു തരുന്നതും ഒക്കെ ആരാ? വീഡിയോ ഞാൻ ഇപ്പോ അമ്മയൊക്കെയാണ് കൂടുതൽ, അമ്മ അല്ലെങ്കിൽ ഫ്രണ്ട്സ് ഒക്കെ. മുമ്പ് ഞാൻ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഫ്രണ്ട്സ് തന്നെയായിരുന്നു ഇവിടെ ഹോസ്റ്റലിൽ കൂടെയുള്ള. എനിക്കിതിനെ പറ്റി ആക്ച്വലി ഒന്നും അറിയില്ലായിരുന്നു. ഇൻസ്റ്റാഗ്രാമിൽ ചുമ്മാ ഒരു അക്കൗണ്ട് എടുത്തിട്ടു, ഒരു 10-50 ഫോളോവേഴ്സ് എന്തോ ഉള്ള സമയം ഞാൻ 2 ഫോട്ടോസ് മാത്രം എന്തോ ഇട്ടിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ കോളേജിൽ അവിടെ പ്രോഗ്രാമിനൊക്കെ പാടി തുടങ്ങിയപ്പോൾ എൻ്റെ ഫ്രണ്ട്സാണ് പറഞ്ഞത്, നീ ഇതിങ്ങനെ ചുമ്മാ പാടണ്ട, ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ട്, അതിലിട്ട് നോക്കൂ എന്ന് പറഞ്ഞാൽ. അപ്പോൾ എനിക്കൊന്നും അറിഞ്ഞൂടാ. അപ്പോൾ ഞാൻ ചോദിച്ചത് എങ്ങനെയാണ് ഇതിൻ്റെ പരിപാടിയൊക്കെ, ഒന്നും അറിയാത്തൊരു സംഭവമല്ലേ. അപ്പോൾ അവർ ആദ്യത്തെ 1-2 വീഡിയോയിൽ അവർ ഹെൽപ്പ് ചെയ്തു, ഇതൊക്കെയാണ് സംഭവം, ഇത് ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ എനിക്ക് സംഭവം മനസ്സിലായി. പിന്നെ അങ്ങനെ ഇട്ട് അങ്ങനെ തുടങ്ങി. വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് ആരാ? അപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് ഫ്രണ്ട്സാണ്.
അല്ലെങ്കിൽ അമ്മയോ ആരെങ്കിലും അമ്മയ്ക്കറിയോ? അമ്മേനെ കൊണ്ട് പറഞ്ഞ് ചെയ്യിപ്പിക്കുന്നതാണ് ഞാൻ. അമ്മയ്ക്ക് എഡിറ്റിംഗ് അറിഞ്ഞൂടാ. ആക്ച്വലി എനിക്കും എഡിറ്റിംഗ് അറിയില്ല, പക്ഷെ എന്താ ചെയ്യേണ്ടത് എനിക്കറിയാം. അപ്പൊ ഞാൻ പറഞ്ഞു കൊടുക്കും, ഇത് ഇങ്ങനെയാണ് വേണ്ടത്, ഐഡിയ ഞാൻ പറഞ്ഞു കൊടുക്കും, അതിനനുസരിച്ച് ചെയ്തു തരും. കാര്യം അമ്മളുടെ വീഡിയോയില് മുകളിൽ അമ്മൽ പാടുന്നു, താഴെ ആ പാട്ടിന്റെ വിഷ്വൽ, അങ്ങനെയാണല്ലോ ചെയ്യുന്നത്. ഇപ്പൊ ചെയ്തു തുടങ്ങിയതാ, കുറച്ച് കാലമായിട്ടുള്ള അങ്ങനെ ചെയ്തു. അത് പക്ഷെ നല്ല നല്ല പരിപാടിയാണ്, ഇത് കൊള്ളാം. നമുക്ക് അപ്പോഴാണ് ശരിക്കും ഇത് ഒറിജിനലാണോ ആ പാട്ടാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. അതിനുശേഷം ആ കമന്റ് കൂടുതൽ വന്നു തുടങ്ങി. നമുക്ക് അപ്പൊ ശരിക്കും തോന്നുന്നു ഇത് ലിപ്സിങ് കൊടുക്കുന്നതാണോ ഇതെന്ന് നമുക്ക് തോന്നുന്ന രീതിയിലാണ് ചെയ്തത്. ഫ്രണ്ട്സ് ഒക്കെ ഭയങ്കര സപ്പോർട്ടല്ലേ? അപ്പോ അടിപൊളി. അതും വലിയൊരു ഭാഗ്യമാണ്. ഇങ്ങനെ നമ്മുടെ ഒരു ടാലന്റ് ഓഡിയൻസിന്റെ അടുത്തൊക്കെ ലൈക്ക് കാണിക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫ്രണ്ട്സ് ഗ്യാങ് ഉണ്ടാവുമെന്ന് പറയുന്നതും വലിയൊരു ഭാഗ്യമാണ്. അമ്മയുടെ അച്ഛൻ്റെ ഒക്കെ റിയാക്ഷൻ എങ്ങനെ? ഇപ്പൊ ഇങ്ങനെ വൻ സക്സസ്ഫുൾ ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണല്ലോ, അവരുടെ ഒക്കെ ഒരു റിയാക്ഷൻ എങ്ങനെയാ? ഭയങ്കര സന്തോഷമായിരിക്കും. സന്തോഷം തന്നെ. ഇപ്പൊ നമ്മൾ എവിടെയെങ്കിലും ട്രാവൽ ചെയ്യുന്ന സമയത്തൊക്കെ ഒട്ടും പരിചയമില്ലാത്ത ആളുകളൊക്കെ വന്ന് ചിലപ്പോൾ സംസാരിക്കും, പാട്ട് കേൾക്കാറുണ്ട്, തിരിച്ചറിഞ്ഞിട്ട് ആര് സംസാരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അപ്പൊ ഇവര് ആ സമയത്തൊക്കെ ഇവർക്ക് ഭയങ്കര കൊള്ളാം, സർപ്രൈസ് ആവുന്ന സംഭവമൊക്കെ ഉണ്ട്. ഭയങ്കര സന്തോഷമാണ്. ഞാനേ സർപ്രൈസ്ഡ് ആണ്. അപ്പൊ അവര് കുറച്ചും കൂടെ സർപ്രൈസ്ഡ് ആവും. ഓക്കെ. അതുപോലെ ശരിക്കും സംസാരിക്കുമ്പോണ്ടല്ലോ ഭയങ്കര മെച്യൂർഡ് ആയിട്ടുള്ള ഒരാളെ പോലെ തോന്നും. പക്ഷെ 24 years ഓൾഡേ ഉള്ളൂ. വലിയ നല്ല നല്ല മെച്യൂർഡ് ആയിട്ടുള്ള രീതിയിലാണ് സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ എല്ലാവരും പറയാറുണ്ട്. അത് നെഗറ്റീവ് ആയിട്ടാണോ പറയണോ പോസിറ്റീവ് ആയിട്ടാണോ പറയുന്നത് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. പോസിറ്റീവാണ്. ഞാനതിപ്പോൾ പറഞ്ഞുതരാം. കാര്യങ്ങൾ അത്രയും സീരിയസ് ആയിട്ട് സംസാരിക്കുന്നത് വലിയൊരു പോസിറ്റിവിറ്റി അല്ലേ? ചെറുപ്പം തൊട്ടേ അങ്ങനെ തന്നെയാ? അതെനിക്ക് ശരിക്കും ഓർമ്മയില്ല. ഞാനൊരു എന്താ പറയുക, ഒരു 7ാം ക്ലാസ് 8ാം ക്ലാസ് ഒക്കെ വരെ ഭയങ്കര എന്താ പറയാ, ഒന്ന് പറഞ്ഞ് രണ്ടാമത്തിന് ഇടി തല്ല് ചട്ടമ്പി അങ്ങനത്തെ എന്തോ ഒരു സംഭവമൊക്കെ ആയിരുന്നു. പിന്നെ എപ്പോഴാണ് ഇത് മാറിയെന്ന് എനിക്ക് തന്നെ ഒരു പിടിയില്ല. ഇപ്പൊ പാവം ഞാൻ തന്നെ പറയാൻ പാടില്ല. ഓക്കെ, നമുക്കൊരു ചെറിയ സെഗ്മെന്റിലോട്ട് പോവാം. നമ്മൾ കുറച്ച് സംസാരിക്കുകയൊക്കെ ചെയ്തുകൊണ്ട് ചെറിയൊരു കുഞ്ഞു ഗെയിം. ഇത് വലിയൊരു സംഭവം ഒന്നുമല്ല, 2 വരിയൊക്കെ വെച്ച് പാടിയാൽ മതി. അതായത് ഞാൻ ഓരോ ഇമോഷൻസ് പറയാം. ആ ഇമോഷൻസ് പറഞ്ഞിങ്ങനെ കേൾക്കുമ്പം അതുമായിട്ട് ബന്ധപ്പെട്ടില്ലെങ്കിൽ അമലിന് പെട്ടെന്ന് ഓർമ്മ വരുന്ന ഒരു പാട്ട്. ഇപ്പൊ ഞാനിപ്പോ റൊമാൻസ് എന്ന് പറയുമ്പോൾ അമലിന്റെ പോയിന്റ് ഓഫ് വ്യൂ എന്താണ് റൊമാൻസ് എന്നുള്ള രീതിയിലൊരു പാട്ട്. അങ്ങനെ ഒരു സിമ്പിൾ സാധനം. ട്രൈ ചെയ്യാം. അത് ഇമോഷൻസ് ആവാം, സിറ്റുവേഷൻ ആകാം, സർക്കംസ്റ്റൻസ് ആവാം, ലൈക്ക് വാട്ട് എവർ. തുടങ്ങാം. ആദ്യം ആസ് യൂഷ്വൽ എല്ലാവരും പറയുന്ന പോലെ പ്രണയം. നീലോത്തി വാട. എന്നോ പോലെ വാഴ്ക്ക നമ്പിക്കയാ പോയി വാ, நான் வருவேன் அதுவரை நினப்புல கலம்பாத, ஏன் நீலோத்தி ஓ நினப்புல லாந்துர ஆலாத்தி என் உசுருல ஏந்துற. ഓക്കെ, അടുത്തത് സൗഹൃദം. മനസ്സിൻ മുറിയുടെ ജാലകമോ തുറന്നിടാം, നമുക്കീ ഉലകിൻ ജാതകമോ തിരുത്തിടാം, ചെറുവാടകയാലിളമാരുതനെ സഹയാത്രികനാക്കിയിടാം, മലയുടെ മാറുമറയ്ക്കാൻ ചേലയുരയ്ക്കും മഞ്ഞു പുതച്ചിടാം, പിണങ്ങാതെ ഇറങ്ങാതെ പറന്നിടാം, മയിലേ കുയിലേ വെയിലേ മുകിലേ വെറുതെ അലയാമതിലേ ഇതിലേ ഒഴുകാമുയരേ അഴകിൻ വഴിയേ, മേലെ വാനിലെ നീലവാനിലെ പറവകളായിടാം. എടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. ഞാൻ മനസ്സിന് പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു മറ്റേ പാട്ടാന്ന്, മനസ്സിന് മറയില്ല അതായിരിക്കും. അതെനിക്ക് ഒട്ടും അറിയില്ല വരി. പക്ഷെ ഇത് രസമുണ്ടായിരുന്നു, ഭയങ്കര ഫ്രഷ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഓക്കെ, നെക്സ്റ്റ് നമ്മളിപ്പം സൗഹൃദം പ്രണയം അമ്മയ്ക്ക് വേണ്ടിയിട്ട്, നമ്മുടെയൊക്കെ അമ്മമാർക്ക് വേണ്ടിയിട്ടൊരു പാട്ട്. അമ്മ മഴക്കാരന് അത് മതിയോ? മതി, സെറ്റ്. ട്രൈ ചെയ്ത് നോക്കാം. അമ്മ മഴക്കാറിനു കണ്ണിറഞ്ഞു, ആ കണ്ണീരിൽ ഞാൻ നനഞ്ഞു, കന്നിവെയിൽ പാടത്തു കനലെരിഞ്ഞു, ആ മൺകൂടിൽ ഞാൻ പിടഞ്ഞു, മണൽ മായ്ക്കുമീ കാൽപ്പാടുകൾ തേടി നടന്നൊരു ജപസന്ധ്യേ, അമ്മ മഴക്കാറിനു കണ്ണിറഞ്ഞു, ആ കണ്ണീരിൽ ഞാൻ നനഞ്ഞു.
നല്ല രസമായിട്ടോ പാടും. എനിക്ക് ഭയങ്കര ഭയങ്കര ഇഷ്ടമായി, നല്ല രസമുണ്ട്. ഇപ്പം നമ്മൾ പ്രണയം, സൗഹൃദം, അമ്മ, ഇനി ഒരു വിഷമമൊക്കെ വരുന്നൊരു പാട്ട്, ഐ മീൻ ഒരു സാഡ്. ഓക്കെ, നിലാവേ മായുമോ. എനിക്കങ്ങനെ പെട്ടെന്ന് കേട്ടാൽ ഭയങ്കര വിഷമം. നിലാവേ മായുമോ കിനാവും നോവുമായി ഇളം തേൻ തെന്നലായി തലോടും പാട്ടുമായി ഇതൾ മാഞ്ഞൊരോർമ്മയെല്ലാം ഒരു മഞ്ഞു തുള്ളി പോലെ അറിയാതലിഞ്ഞു പോയി നിലാവേ മായുമോ കിനാവും നോവുമായി ഇളം തേൻ തെന്നലായി തലോടും പാട്ടുമായി. കള. അടുത്തത് ഒരു മോട്ടിവേഷൻ സോങ്. അത് വല്ലാത്തൊരു ക്വസ്റ്റ്യനാണ്. ബ്രേക്കപ്പ് ഒക്കെ ഉണ്ടാകുമ്പോൾ ഈ കണ്ണീർ പൂവും നിലാവേ മായൊക്കെ കേട്ട് വിഷമിച്ചിരിക്കുക, അപ്പോൾ മോട്ടിവേഷൻ വരില്ല. ബാല്യം, ചൈൽഡ്ഹുഡോ? ഒരു നൊസ്റ്റാൾജിക് പാട്ട്. ഓക്കെ, എന്നാൽ പൊടിമീശ ആദ്യം. ഓക്കെ. പൊടിമീശ മുളയ്ക്കണ പ്രായം, ഇടനെഞ്ചിൽ ബാൻഡടി മേളം, പെരുന്നാളിന് പള്ളിയിലെത്തിയതെന്തു കൊതിച്ചാണ്, അന്നാ വഴിവരവിന് കാരണം അവളുടെ കരിനീല കണ്ണ്, അവളൊരു ക്രിസ്ത്യാനി പെണ്ണ്. പൊടിമീശ മുളയ്ക്കണ പ്രായം, ഇടനെഞ്ചിൽ ബാൻഡടി മേളം. കൊള്ള. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പാട്ടാണ്. നല്ല രസമല്ലേ? നല്ല രസമാണ് പാട്ടും, പിന്നെ അതിൽ പ്രയാഗെ കാണാനും ഭയങ്കര ഭംഗിയായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള വിചാരിച്ചൊരു പാട്ടാണ്, പക്ഷെ മറന്നു. ചെയ്യണം കേട്ടോ. ഓക്കെ, അപ്പം ലാസ്റ്റ് ആൻഡ് ഫൈനൽ, എനിക്ക് വേണ്ടി ഒരു പാട്ട് ഡെഡിക്കേറ്റ് ചെയ്തിട്ട് നിർത്തിക്കോ. എനിക്ക് വേണ്ടി ഒരു പാട്ട്. എങ്ങനത്തെ പാട്ട്? പാട്ട് ഇതേപോലെ സജഷൻ കിട്ടിയോ? എനിക്കോട് ഡെഡിക്കേഷൻ ഞാൻ തന്നെ സജഷൻ പറയാനൊന്നും പറ്റൂല. നല്ലതല്ലേ? ഇല്ല. അപ്പം നമ്മളിപ്പോൾ എത്ര ദിവസമായിട്ട് സംസാരിക്കുന്നു, ഇന്റർവ്യൂവിന് വരുന്ന കാര്യം പറഞ്ഞിട്ട് മോഡിയോ വെച്ചിട്ട് മെസ്സേജിലൊക്കെ സംസാരിക്കുന്നില്ലേ. അപ്പം ഞാനിപ്പോൾ അമ്മളുടെ ഒരു ഫ്രണ്ട് അല്ലേ, അപ്പം എനിക്കൊരു പാട്ട്. ഓക്കെ, ഒരു പാട്ട് പാടാം. ഇതെനിക്ക് സ്പെഷ്യലി ഡെഡിക്കേറ്റഡ് ഫോർ മീ. ഓക്കെ. ഒരു വേനൽ പുഴയിൽ തെളിനീരിൽ പുലരി തിളങ്ങി മൂക്കം, ഇലകളിൽ പൂക്കളിൽ എഴുതി ഞാൻ ഇളവയിലായി നിന്നെ, മേഘമായൻ താഴ്വരയിൽ താളമായൻ ആത്മാവിൻ, നെഞ്ചിലാളും മൺചരാതിൻ നാളം പോൽ നിന്നാലും നീ, വേനൽ പുഴയിൽ തെളിനീരിൽ പുലരി തിളങ്ങി മൂക്കം, ഇലകളിൽ പൂക്കളിൽ എഴുതി ഞാൻ ഇളവയിലായി നിന്നെ. അവളുടെ സൗണ്ട് ഭയങ്കര അടിപൊളിയാണ്. നല്ല സൗണ്ടാണ്. നല്ല നമുക്ക് ഇങ്ങനെ കേട്ടിരിക്കാൻ തോന്നുന്ന സൗണ്ടാണ്. യു ആർ ബ്ലെസ്ഡ്. താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പോൾ നമുക്കിനി ബാക്കി വിശേഷങ്ങളിലേക്കൊക്കെ വരാം. ഇപ്പം അമ്മ സ്പെഷ്യലി ഏബിൾഡ് ആണല്ലോ, ഇപ്പം ഫാമിലിയിൽ അങ്ങനെ ആരെങ്കിലും ഉണ്ടാവും? ഞാൻ ചോദിക്കുന്നത് ഒരു കുഴപ്പമില്ല. ഓക്കെ, ഫാമിലിയിൽ അങ്ങനെ അമ്മയും അച്ഛനും ഒക്കെ ഇല്ല, അവർക്ക് ഇങ്ങനെ ഡിസബിലിറ്റി അല്ലെ ഡിഫറെന്റ്ലി ആയിട്ടുള്ള ഒന്നുമില്ല. അമ്മലാണ് ഫസ്റ്റ് ചൈൽഡ്. ഓക്കെ, ഇത് ബോണിൽ തന്നെ അങ്ങനെയാണോ? അതെ, ചെറുപ്പത്തിലെ ഇൻബോൺ തന്നെയാണെന്നാണ് വിചാരിക്കുന്നത്. ഇൻബോൺ തന്നെ അങ്ങനെയാണ്. അപ്പൊ പഠിച്ചതൊക്കെ സ്പെഷ്യലി സ്കൂളിലാണോ? ഞാൻ 7th വരെ മോഡൽ സ്കൂൾ ഫോർ ദ ബ്ലൈൻഡ് ധർമ്മശാല, ഒരു ബ്ലൈൻഡ് സ്കൂളാണ്, വിഷ്വലി ഇംപയർഡിനെ ട്രീറ്റ് ചെയ്യുന്ന സ്കൂളാണ്. അപ്പോൾ അവിടെയാണ് 7th വരെ പഠിച്ചത്. അത് കഴിഞ്ഞിട്ട് സാധാ സ്കൂളിൽ. എന്ത് ബുദ്ധിമുട്ടാണ് അമലിനെ ഫേസ് ചെയ്യുന്നത് ഇപ്പോൾ? എനിക്ക് ആക്ച്വലി എന്താ പറയുക, ഫേസ് കണ്ട് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റില്ല ഒരാൾ ആണെന്ന് പറഞ്ഞാൽ. ഇപ്പം നമ്മൾ സംസാരിച്ചു പിന്നെ നമ്മൾ വേറെ എവിടെയെങ്കിലും സാഹചര്യത്തിൽ നമ്മൾ പിന്നെ കാണുകയാണെന്നിരിക്കുക. അപ്പോൾ എനിക്കത് ഫേസ് കണ്ടിട്ട് ഓക്കെ അത് ഇന്ന ആളാണ് അങ്ങനെ മനസ്സിലാക്കാൻ പറ്റില്ല. അത് പറ്റില്ല. അതേപോലെ എഴുതാനും വായിക്കാനും നോർമൽ റീഡിങ് റൈറ്റിംഗ് പറ്റില്ല. അതപ്പോൾ എങ്ങനെയാ ചെയ്തുകൊണ്ടിരുന്നത് 7th ഒക്കെ എല്ലാവരും 10th വരെയൊക്കെ ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് ബ്രെയിൽ ലിപി ഇല്ലേ, വിഷ്വലി ഇംപയർഡ് യൂസ് ചെയ്യുന്ന ബ്രെയിൽ ലിപി, അതാണ് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ അതിനുശേഷം നമ്മുടെ ടെക്നോളജി അത്യാവശ്യം ഡെവലപ്പ് ആയതുകൊണ്ട് സ്ക്രീൻ റീഡിങ് സോഫ്റ്റ്വെയർസ് ഒക്കെ ഉള്ളതുകൊണ്ട് മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ് അതൊക്കെ യൂസ് ചെയ്യാം. ഇപ്പം അങ്ങനെയാണ് പോകുന്നത്. അപ്പം നമ്മൾ ക്ലാസ് അറ്റൻഡ് ചെയ്യുമ്പം നോട്ട്സ് ഒക്കെ എടുക്കുന്നത്
അത് വേണമെങ്കിൽ നമുക്ക് ബ്രെയിൽ ഇപ്പോഴും ബ്രെയിൽ യൂസ് ചെയ്യുന്ന എൻ്റെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട്. അങ്ങനെ ചെയ്യണമെങ്കിൽ ചെയ്യാം, അല്ലെ വേണമെങ്കിൽ ടീച്ചേഴ്സിന്റെ പെർമിഷൻ ഉണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ റെക്കോർഡ് ചെയ്തെടുക്കാം. അതല്ലേ ഈവൻ ക്ലാസ് റൂമിലേക്ക് ഇതൊക്കെ അലോ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഇരുന്നിട്ട് ലാപ്ടോപ്പോ എന്തെങ്കിലും വേണമെങ്കിൽ കൊണ്ടുപോയി അങ്ങനെയും ചെയ്യാം. ഓക്കെ. അപ്പോൾ ഫേസ് റെക്കഗ്നൈസേഷൻ ആണ് ഒരു ബുദ്ധിമുട്ടായിട്ട് ഫേസ് ചെയ്യുന്നത്. ബാക്കിയെല്ലാം നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. ബാക്കി മാനേജ് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞാൽ ഇപ്പം ട്രാവൽ ചെയ്യുന്നതൊക്കെ അത്യാവശ്യം ഈ വിഷ്വലി ഇമ്പയർഡ് ആയതിൻ്റെ ഒരു ബുദ്ധിമുട്ടെല്ലാം എവിടെയും ഉണ്ടാവും. അത് നമ്മൾ വിഷനെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരുന്ന സിറ്റുവേഷനിലൊക്കെ ആ പ്രശ്നം വരും. ഓക്കെ. അങ്ങനെ നമ്മളിപ്പം ഇപ്പൊ കണ്ണൂരിൽ നിന്നാണല്ലോ ഇപ്പൊ വന്നത്. അപ്പൊ ഒറ്റയ്ക്കല്ലേ ട്രാവൽ ചെയ്തേ? കണ്ണൂരിൽ നിന്ന് കൊച്ചി വരെ നമ്മൾ ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്താണ് വന്നത്. സ്റ്റേഷനിൽ അച്ഛൻ ഡ്രോപ്പ് ചെയ്തു. ഓക്കെ. എന്നാലും നമ്മൾ ട്രെയിനിൽ ട്രാവൽ ചെയ്ത് കറക്റ്റ് സ്റ്റേഷൻ എത്തുമ്പം ഇറങ്ങി, അതൊക്കെ ഒരു കാര്യമല്ല. അപ്പൊ നമ്മൾ ലൈക്ക് ആപ്പിലൊക്കെ നോക്കുമോ സ്റ്റേഷൻ? എല്ലാവരും യൂസ് ചെയ്യുന്ന പോലെ Where is my train പോലുള്ള ആപ്പ് എല്ലാം യൂസ് ചെയ്തിട്ട് അങ്ങനെ നമ്മൾ കറക്റ്റ് ആയിട്ട്. ഓക്കെ. എന്നിട്ട് അവിടെ നമ്മൾ ഊബർ എടുത്ത് ഇങ്ങോട്ട് വന്നു. എത്ര നാളായി ഇപ്പോൾ സെൽഫ് ഒറ്റയ്ക്ക് ഇൻഡിപെൻഡന്റ് ആയിട്ട് ട്രാവൽ ഒക്കെ ചെയ്യാൻ തുടങ്ങിയിട്ട്? ഞാൻ ആക്ച്വലി ഇൻഡിപെൻഡന്റ് ട്രാവൽ ചെയ്ത് തുടങ്ങിയത് PG ടൈം മുതല. മഹാരാജാസിലെയും PG ചെയ്യുന്ന സമയത്ത് മുതൽ. അപ്പൊ പിന്നെ അങ്ങനെ പോയി ശീലമായി അങ്ങനെ. ഓക്കെ. ഫസ്റ്റ് ഇങ്ങനെ ആദ്യം ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്തപ്പോൾ ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു. ഓഫ് കോഴ്സ് ടെൻഷൻ ഉണ്ടായിരുന്നു. അത് സക്സസ് ആയപ്പോൾ ഭയങ്കര സന്തോഷമായില്ലേ? അത് സക്സസ് ആയപ്പോഴാണ് നമുക്ക് ആ ഒരു ഓക്കെ അത് പറ്റും, നമ്മളെ കൊണ്ട് പറ്റും എന്നുള്ള പറ്റും. പിന്നെ പറ്റാതെ എന്ത് പറ്റുന്ന കാര്യമല്ലേ. അതെ. ബാക്കി ഇപ്പം എല്ലാ കാര്യങ്ങളും നമുക്ക് പോസിബിൾ ആണ്, ബുദ്ധിമുട്ടൊന്നുമില്ല. ലൈക്ക് ഡെയിലി ലൈവ്ലിഹുഡിലെ കാര്യങ്ങളൊക്കെ ഓക്കെ ആയിട്ട്. ഓക്കെ. എത്ര പെർസെന്റേജ് ഇഷ്യൂസ് ഉണ്ട് ഐസ് കണ്ണിന്? സർട്ടിഫിക്കറ്റ് വൈസ് ആണെങ്കിൽ എനിക്ക് 100% തന്നെയാണ് ഞാൻ വിഷ്വലി ഇമ്പയർഡ്. 100% ഞാൻ വിഷ്വലി ഇമ്പയർഡ് തന്നെ. പക്ഷേ ട്രീറ്റ്മെന്റിന്റെ ഇതിൽ എനിക്ക് കുറച്ചൊരു ഡെവലപ്മെന്റ് എന്ന് പറയാൻ മാത്രം അങ്ങനെയുള്ളൂ. അതായത് ഇപ്പം ലൈറ്റ് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റും, അല്ല അങ്ങനെ അത്യാവശ്യം നല്ല ലൈറ്റ് ഉള്ള സ്ഥലത്ത് നിന്ന് എനിക്ക് വേണമെങ്കിൽ ട്രാവൽ ചെയ്യാം, ഫെമിലിയർ ആയ സ്ഥലത്ത് അങ്ങനെ പറ്റും. അങ്ങനെ ഫെമിലിയർ സ്ഥലങ്ങളാണെന്നുണ്ടെങ്കിൽ മനസ്സിലാവും. അപ്പൊ നാട്ടിലൊക്കെ പോവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒറ്റയ്ക്ക് മനസ്സിലാവും. ഓക്കെ. ഓക്കെ. ഇത് എന്തെങ്കിലും ട്രീറ്റ്മെന്റ്സ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ട്രീറ്റ്മെന്റ്സ് ഇപ്പൊ ആയുർവേദ ട്രീറ്റ്മെന്റ് തന്നെയാണ്. ആക്ച്വലി ഇത് നെർവ് ഇഷ്യൂ ആണ്. അപ്പൊ അതിനൊരു ലെവലിന്റെ അപ്പുറത്തേക്ക് നമുക്ക് അതിനൊന്നും ചെയ്യാൻ പറ്റില്ല. മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും, പക്ഷെ അതിനെ കുറച്ച് ബെറ്റർ ആക്കാൻ പറ്റുന്നുള്ള ഓപ്ഷൻ ഇല്ല ആക്ച്വലി. അങ്ങനത്തെ ഒരു ഇതാണ് വന്നത്. കുഴപ്പമില്ല, നമ്മളതൊക്കെ ഹാൻഡിൽ ചെയ്ത് പോകുന്നില്ലേ? ഇപ്പൊ എത്രയോ പേർക്ക് അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റാതെ പോകുന്നുണ്ട്. അപ്പൊ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ലേ, അതുകൊണ്ട് തന്നെ അതൊരു പ്രശ്നമേ അല്ല. അതിൻ്റെയൊക്കെ അപ്പുറത്തേക്ക് നമ്മളിപ്പോ കഴിവ് കൊണ്ട് ഇതിൻ്റെയൊക്കെ മുകളിലെത്തിയില്ലേ. ഈ ഡ്രസ്സ് ആരാ സെലക്ട് ചെയ്തേ? ഇത് അമ്മ. ഈ ഷർട്ട് അമ്മ സെലക്ട് ചെയ്ത. അമ്മയോട് പറയണം ചെന്നിട്ട് ഞാനും ഇന്ന് അതുപോലത്തെ തന്നെ ഡ്രസ്സ് നമ്മളിന്ന് സെയിം ടു സെയിം അല്ല, ഏകദേശം പ്രിന്റ് ഒക്കെ പെട്ടെന്ന് കാണുമ്പോൾ ഒരു സിമിലാരിറ്റി ഉണ്ട്. അതെ. ഡ്രസ്സൊക്കെ അമ്മലിനെ നോക്കി സെലക്ട് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ടോ? എനിക്ക് പറ്റുന്ന ഞാൻ എടുക്കും, പക്ഷേ ഈ പറഞ്ഞ പോലെ എന്താ പറയാ പ്രിന്റ് അല്ലെങ്കിൽ അങ്ങനെ ഡിസൈൻ വൈസ് അത്യാവശ്യം കൊള്ളാം എന്നുള്ള സാധനമൊക്കെ എടുക്കും. പക്ഷെ കുറച്ചും കൂടെ അടിപൊളിയൊക്കെ വേണമെങ്കിൽ ഞാൻ വേറെ ആരോട് ചോദിക്കും, നല്ലതാണോ എന്ന് ചോദിക്കും. അങ്ങനെ. ഓക്കെ. അപ്പോൾ എന്തായാലും നമ്മൾ കുറേ അമലിൻ്റെ വിശേഷങ്ങളൊക്കെ കേട്ടു, കുറേ പാട്ടുകൾ കേട്ടു. ഒരുപാട് സന്തോഷം നമുക്ക്. ഞാനിങ്ങനെ ഇൻസ്റ്റയിലൊക്കെ കണ്ടിട്ട് ഞാൻ ആക്ച്വലി പണ്ട് എപ്പോഴും അമലിൻ്റെ ഒരു പാട്ട് കേട്ടിട്ടുണ്ട്, ലൈക്കൊക്കെ ചെയ്ത് കമൻറ്റൊക്കെ ചെയ്തിട്ട് പോയി. പിന്നെ വീണ്ടും എപ്പോഴും സ്വൈപ്പ് ചെയ്തപ്പോൾ വീണ്ടും ഒരു പാട്ട് വന്നു. അങ്ങനെ 2-3 വട്ടം വന്നപ്പോൾ ഹായ് രസമുണ്ടല്ലോ, അങ്ങനെ ഞാൻ ഫോളോ ഒക്കെ ചെയ്തു. അങ്ങനെയാണ് ഞാൻ മെസ്സേജ് ചെയ്തത്. പക്ഷേ പിന്നെ അമലിന് ചെറിയ പനിയൊക്കെ വന്നുകൊണ്ട് നമ്മളിങ്ങനെ നീണ്ടുപോയി, കുറച്ചൊന്ന് എക്സ്റ്റെൻഡ് ആയി. എങ്കിലും നമ്മൾ ഫുൾ ഓൺ പവറിൽ അടിപൊളിയാക്കി ഇന്റർവ്യൂ. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഞാനും ഭയങ്കര ഹാപ്പിയാണ്. ഹാപ്പിയല്ലേ? അന്ന് ആക്ച്വലി പറഞ്ഞ സമയത്ത് എനിക്ക് ത്രോട്ട് ഇഷ്യൂ ഒക്കെ വന്ന് ഭയങ്കര പേടിയായിരുന്നു, അത് പറ്റുമോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത്. 2 ദിവസം മുമ്പ് ഒന്ന് മിണ്ടി തുടങ്ങാൻ മര്യാദയ്ക്ക് തുടങ്ങിയതപ്പോൾ നമ്മൾ പ്രോപ്പർ റെസ്റ്റ് എടുക്കണോ അല്ലേ? വോക്കലിനൊക്കെ നല്ല റെസ്റ്റ് വേണം. എന്തെങ്കിലും സ്പെഷ്യലി കെയർ ചെയ്യാറുണ്ടോ? ഇങ്ങനെ തണുത്ത് കഴിക്കൂല അങ്ങനെയൊക്കെ ചെയ്യാറുണ്ടോ? അങ്ങനെയില്ല. ഞാൻ ഒരു സമയം ചെറുപ്പത്തിൽ എന്ന് വെച്ചാൽ ഒരു ഹൈസ്കൂളിലൊക്കെ സമയത്ത് എനിക്ക് ടോൺസൻസ് അങ്ങനത്തെ വിഷയങ്ങളുണ്ടായിരുന്നു. കുറച്ച് തണുത്ത കഴിച്ച് കഴിഞ്ഞാൽ പിറ്റേന്ന് എനിക്ക് ത്രോട്ട് പെയിൻ വരും, അല്ലെ തിളപ്പിക്കാത്ത വെള്ളം കുടിച്ചാൽ ത്രോട്ട് പെയിൻ വരും. അതൊക്കെ ഒരു സമയം ഉണ്ടായിരുന്നു. പക്ഷെ പിന്നെ അത് പോയി മാറി. പിന്നെ ഞാൻ തണുത്തൊക്കെ കഴിച്ച് അത് അഡ്ജസ്റ്റഡ് ആയി. ഇത് പിന്നെ എന്തോ വൈറൽ പനി വന്നു. എനിക്കും പനിയായിരുന്നു, ഫ്രണ്ട്സിനൊക്കെ ജലദോഷമൊക്കെ. അപ്പൊ അവിടുന്ന് ഇവിടുന്ന് വന്നതാണ്. വീട്ടിലിങ്ങനെ ഇന്റർവ്യൂവിന് വിളിച്ചു എന്ന് പറഞ്ഞപ്പോ എന്തായിരുന്നു റെസ്പോൺസ്? ഇന്റർവ്യൂവിന് വിളിച്ചെന്ന് പറഞ്ഞപ്പോൾ ആദ്യം ജോബ് ഇന്റർവ്യൂ ആണെന്നാണ് ചോദിച്ചത്. അതായത് നമ്മൾ ഇപ്പോൾ ഒരുപാട് എക്സാം ഇങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നു, പല വഴിക്ക് ട്രൈ ചെയ്യുന്നു. പക്ഷേ ജോബാണോ? ഞാൻ നല്ല ജോബല്ല. ഓക്കെ. അപ്പം പാട്ട് ഓക്കെ നല്ലതാ. ഇവിടെ എന്താ? അപ്പോൾ ഓലേ നീ പൊക്കോളൂ എന്ന് ചോദിച്ചു. ഞാൻ പൊക്കോളാം. ശരി എന്നാൽ പോയിട്ട് വന്നു. സെറ്റ്. അത്രേ ഉള്ളൂ. അടിപൊളി. അപ്പോൾ എന്തായാലും അമലിനൊരു വലിയൊരു ബ്രൈറ്റ് ഫ്യൂച്ചർ ഉണ്ടാവട്ടെ. ഞാൻ ഈ പറഞ്ഞ പോലെ എന്തായാലും ഡെഫിനറ്റ്ലി പാട്ട് പഠിക്കാൻ പോകണം, റിയാലിറ്റി ഷോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ട്രൈ ചെയ്യണം. ഇപ്പം ഞാൻ തന്നെ പേഴ്സണലി എന്തായാലും ഇന്റർവ്യൂ കഴിയുമ്പോൾ ഇതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ തന്നെ എനിക്ക് പറ്റുന്ന ആൾക്കാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം. നല്ല നല്ല ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ കിട്ടിയിട്ട് ഒരു അടിപൊളി സിംഗർ ആവട്ടെ. നമുക്ക് അമലിൻ്റെ ഇപ്പം ആൾക്കാർ തെറ്റിദ്ധരിക്കുന്നില്ലേ, അമലാണോ പാടിയത് അത് ലിപ്സിങ് കൊടുത്താണോ തെറ്റിദ്ധരിക്കുന്നില്ലേ? ആ ഒരു
ഒരു സാധനം മാറ്റിയിട്ട് അമലിൻ്റെ ഓൺ വോയിസിലുള്ള ഒറിജിനൽ സോങ്സ് നമുക്ക് കേൾക്കാൻ സാധിക്കട്ടെ. അതിന് ഞാൻ ഒരുപാട് പ്രാർത്ഥിക്കുന്നു ദൈവത്തിനോട്. അപ്പം നമുക്ക് നല്ലൊരു അടിപൊളി പാട്ടും കൂടെ കേട്ടിട്ട് വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ. ഇപ്പം അമൽ ഒറ്റയ്ക്കാണല്ലോ ട്രാവൽ ചെയ്യുന്നത്. ഇപ്പം ഞാൻ പറഞ്ഞ ഒരു ഇന്റർവ്യൂവിന് വിളിച്ചത് പോലും അച്ഛൻ ചോദിച്ചു എന്ന് പറഞ്ഞു, ഒറ്റയ്ക്ക് പൊക്കോളൂല്ലോ എന്നൊക്കെ ചോദിച്ചു എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു പരിചയമില്ലാത്തൊരു സ്ഥലത്തേക്ക്, ഇപ്പം ഇവിടെ ഓഫീസിൽ വന്നാണെങ്കിലും നമ്മൾ ഒട്ടും ഇതുവരെ വന്നിട്ടില്ല, പുതിയൊരു സ്ഥലത്തേക്കാണ്. അപ്പം അങ്ങനെയൊക്കെ ട്രാവലൊക്കെ ചെയ്യുമ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവാറുണ്ടോ? അതെനിക്ക് ആക്ച്വലി നമുക്ക് തോന്നിയത് ഇപ്പോൾ കൊച്ചിയൊക്കെ പോലെ ഇങ്ങനത്തെ നമുക്ക് ക്രൗഡഡ് ആയ സ്ഥലത്തേക്ക് പോകുന്ന സമയത്ത് അപ്പോൾ ശരിക്കും നമ്മൾ ടെൻഷൻ ആവുക, അങ്ങനെ പോകുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടാവുന്നതാണ്. പക്ഷെ ആക്ച്വലി കുറേ ആക്സസിബിൾ ആവുന്നത് ഇവിടെയൊക്കെ വരുമ്പോഴാണ്. എനിക്ക് ശരിക്കും പ്രശ്നങ്ങൾ നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരുന്നത് നമ്മളിപ്പോൾ അധികം എന്താ പറയുക ഫെസിലിറ്റി ഒന്നും ഇല്ലാത്തൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ, അല്ലെങ്കിൽ അധികം ബസ്സോ കാര്യങ്ങളൊന്നും ഇല്ലാത്തടത്തേക്കൊക്കെ പോകുമ്പോൾ ചിലപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവും. ഇപ്പോൾ ഇപ്പം 1-2 പ്രാവശ്യം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ബസ്സിലൊക്കെ പോകുമ്പോൾ എന്നെ കണ്ടാൽ അത് പെട്ടെന്ന് മനസ്സിലാവില്ല. വിഷ്വലി ഇമ്പേർഡ് ആണെന്ന് ഞാനിപ്പോൾ മനസ്സിലാവില്ല. അതുകൊണ്ട് ബസ്സിലേക്കൊക്കെ കയറുമ്പോൾ ഫോർ എക്സാമ്പിൾ കൺസെഷൻ്റെ എന്തെങ്കിലും പറയുമ്പോൾ, അല്ലെങ്കിൽ ഒരു സീറ്റ് തരാൻ വേണ്ടി ഇപ്പോൾ കണ്ടക്ടർ തന്നെ ആരോടെങ്കിലും ഒന്ന് സീറ്റ് കൊടുക്കണം എന്ന് പറഞ്ഞ സമയത്ത് ഇയാൾക്ക് എന്തിനാ സീറ്റ് കൊടുക്കണം, ഇയാൾക്ക് എന്താ പ്രശ്നം, അങ്ങനെയൊക്കെ പറഞ്ഞ് ചിലപ്പോൾ പറയാറുണ്ട്. ചിലപ്പോൾ ഈവൻ നമ്മൾ കേൾക്കുന്നില്ല എന്ന് വിചാരിച്ചിട്ട് ഇവർ പറയുന്നുണ്ടാവും, ഈ കാണാത്തവരൊക്കെ എന്തിനാ ഈ ബസ്സിൽ വന്ന് കയറുന്നേ, അങ്ങനെയൊക്കെ ചിലർ പറയുന്നൊക്കെ ഉണ്ട്. ആദ്യമൊക്കെ ഇത് കേൾക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. നമ്മുടെ ഒരു പ്രശ്നമല്ലല്ലോ ഇത്. അങ്ങനെ തന്നെ പറയുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ഫേസിലൊക്കെ എന്നോടായിട്ട് പറഞ്ഞില്ല, അവർ പറയുന്നത് നമുക്ക് കേൾക്കാം, നമുക്ക് കേൾക്കാമല്ലോ, അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. എന്ന് വെച്ചാൽ നമ്മുടെ ഒരു പ്രശ്നം മനുഷ്യരൊക്കെ ഇപ്പോഴും ഉണ്ടല്ലോ, ഉണ്ട് അങ്ങനത്തെ ആളുകളൊക്കെ ഉണ്ട്. എല്ലാവരും നല്ലവരൊന്നും അല്ലല്ലോ, അങ്ങനെയുള്ളവരുണ്ട്. പിന്നെ ചിലവർ പറയാറുണ്ട്, ഇപ്പോൾ എന്താ പറയുക നമ്മളിപ്പോൾ എന്താ പറയുക പാട്ടിപ്പോൾ അത്യാവശ്യം റീച്ചായി, അല്ലെ ഇപ്പോൾ ഏതെങ്കിലും എക്സാം നമ്മൾ ക്ലിയർ ചെയ്തു, അപ്പോൾ ചിലപ്പോൾ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ നിന്ന് തന്നെ എന്ന് വെച്ചാൽ നമ്മൾ സുഹൃത്ത്, അങ്ങനെ സുഹൃത്ത് എന്ന് പറയാൻ പറ്റില്ല, അല്ലെ ഈവൻ നാട്ടുകാർ ആരെങ്കിലും, അങ്ങനെ പേരെടുത്ത് പറയാനില്ല, ചിലവരൊക്കെ അവർ പറയാറുണ്ട് ഇപ്പോൾ എന്ത് റീച്ചായി എന്ന് പറഞ്ഞാൽ എന്താ, അല്ലെ എത്ര വലിയ പോസ്റ്റ്, എത്ര ജോബ്, അല്ലെ ഇപ്പോൾ ഈവൻ സിംഗിങ്ങിൽ തന്നെ സക്സസ് ആയി. ചിലവർ പറഞ്ഞു ഇപ്പം അവൻ നാട്ടിൽ ഏറ്റവും വലിയ കോടീശ്വരനായാൽ പോലും എന്താ കാര്യം, കാണാത്ത ഒരാളല്ലേ എന്ന് പറഞ്ഞ ഒരു സാധനം. അങ്ങനെ വിചാരിക്കുന്ന ആളുകളുണ്ട്, പക്ഷെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതൊക്കെ അങ്ങനത്തെ മനസ്സുള്ള ആൾക്കാർ ഇപ്പോഴും ഉണ്ടെന്ന് ചിന്തിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. അത് ആദ്യമായിട്ടൊക്കെ അങ്ങനെ മനസ്സിലാക്കാൻ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാണത്. അയ്യോ ഇതെന്താ ഇങ്ങനെ, നമ്മളെന്തോ തെറ്റ് ചെയ്ത പോലെയാണ് അവർ പറയുന്നത്. നമ്മൾ റിയാക്ട് ചെയ്യാൻ തിരിച്ചെന്തെങ്കിലും പറയാറുണ്ടോ? ഒന്നാമത്തെ കാര്യം എൻ്റെ ഒരു സ്വഭാവം വെച്ച് ഞാൻ അത്യാവശ്യം പണ്ടത്തെ ഒക്കെ ആയിരുന്നെങ്കിൽ ചിലപ്പോൾ ഞാൻ ഈ ചെറുപ്പത്തിലൊക്കെ ആയിരുന്നു ഞാൻ ചിലപ്പോൾ നല്ലോണം അങ്ങോട്ട് പറയുമായിരുന്നു. ഇപ്പോഴത്തെ എൻ്റെ ഒരു സ്വഭാവം വെച്ച് ഞാൻ അതിനോട് പറഞ്ഞിട്ട് ഇപ്പോൾ വലിയ കാര്യമില്ല, പക്ഷെ പറഞ്ഞാൽ മനസ്സിലാവുന്നവരോട് ഞാൻ പറയും. ഇപ്പോൾ ഒന്നുമില്ല, നമ്മളൊരു ബസ്സിൽ പോകുമ്പോൾ ഒരാൾ വന്ന് പറഞ്ഞു അയാളൊരു സ്ട്രേഞ്ചറാണ്, അയാളോട് എനിക്ക് പറഞ്ഞിട്ട് കാര്യമില്ല, ചിലപ്പോൾ ചുമ്മാ പറഞ്ഞിട്ട് എൻ്റെ സമയം പോകും, വെറുതെ എൻ്റെ എനർജി തീരും, ഒരു ആവശ്യമില്ല, നമ്മളായിട്ടൊരു സീൻ ഉണ്ടാക്കണ്ടെന്ന് വെച്ചിട്ട് ആളുകളുടെ മെൻറ്റാലിറ്റി നമുക്ക് ഫുള്ളായിട്ട് മാറ്റാൻ. അങ്ങനെ തന്നെ ഇരിക്കും, ഭയങ്കര പോസിറ്റീവായിട്ട് തന്നെ ഇരിക്കും. ഇപ്പൊ ആൾക്കാർ എന്ത് വേണേൽ പറയട്ടെ, നമ്മളെ ബാധിക്കുന്ന കാര്യമൊന്നും ഇല്ല. നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മൾ ചെയ്യുക. അവർ പറയുന്നതിലും കേട്ട് നമ്മൾ നെഗറ്റീവ് ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ബാക്കി കാര്യങ്ങൾ ഫുൾ ഡൗൺ ആവുകയുള്ളൂ. അപ്പോൾ അതിൽ കാര്യമില്ല. തെറ്റിദ്ധരിക്കപ്പെടാറുണ്ടല്ലേ അപ്പോൾ ഇങ്ങനെ തോന്നാത്തത് കൊണ്ട്? ഉണ്ട്. കുഴപ്പമില്ല, അതൊക്കെ പോകാൻ പറ അല്ലേ, അത് നമ്മൾ മൈൻഡ് ചെയ്യേണ്ട കാര്യമല്ല. ഇപ്പൊ പറഞ്ഞ അമ്മ അത്രയും പോസിറ്റീവായിട്ടിരിക്കുന്നു, അപ്പോൾ നമ്മൾ പോസിറ്റീവായിട്ട് തന്നെ പോവാ. ഈ പറയുന്ന ആൾക്കാരല്ലല്ലോ എന്തായാലും അമ്മലിന് വേണ്ടിയിട്ട് ഒന്നും ചെയ്തു തരുന്നത്, അപ്പോൾ പിന്നെ നമ്മളൊന്നും നോക്കേണ്ട കാര്യമില്ല. ഓക്കെ, എന്തായാലും അതൊക്കെ പോട്ടെ, നമുക്ക് നല്ലൊരു പാട്ടൊക്കെ പാടി അടിപൊളിയായിട്ട് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ. പിടയുന്നൊരെൻ്റെ ജീവനിൽ കിനാവു തന്ന കൺമണി, നീയില്ലയെങ്കിലെന്നിലെ പ്രകാശമില്ലിനി, മിഴിനീരു പെയ്ത മാരിൽ കെടാതെ കാത്ത പുഞ്ചിരി, നീ എന്നൊരാ പ്രതീക്ഷയിൽ എരിഞ്ഞ പൊൻതിരി, മനം പകുത്തു നൽകിടാം, കുറുമ്പു കൊണ്ടു മൂടിടാം, അടുത്തു വന്നിടാം, കൊതിച്ചു നിന്നിടാം, വിരൽ കൊരുത്തിടാം, സ്വയം മറന്നിടാം, ഈ ആശകൾ തൻ മൺതോണിയുമായി തുഴഞ്ഞകലെ പോയിടാം, എൻ്റെ നെഞ്ചാകെ നീയല്ലേ, എൻ്റെ ഉന്മാദം നീയല്ലേ, നിന്നെ അറിയാനുള്ളു നിറയാൻ ഒഴുകി ഒഴുകി ഞാൻ, ഇന്നുമെന്നും ഒരു
രാധികേ മഞ്ഞുതീരും വഴിയരികെ. താങ്ക് യു സോ മച്ച്. അപ്പോൾ എന്തായാലും ഒരു അടിപൊളിയായിട്ടുള്ളൊരു ഫ്യൂച്ചർ ഉണ്ടാവട്ടെ. താങ്ക് യു അമൽ, താങ്ക്സ് ഫോർ ജോയിനിങ്. താങ്ക് യു സോ മച്ച്.